നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയുടെ പൂരം മഹോത്സവത്തിലേക്കും ആറ്റുകാൽ പൊങ്കാലയിലേക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. മനസ്സുകൊണ്ട് എല്ലാവരും, കഴിയുന്നവരെല്ലാം പൊങ്കാലയിട്ട് ആറ്റുകാലമ്മയെ വരവേൽക്കുകയും അമ്മയുടെ അനുഗ്രഹം തേടുകയും ചെയ്യുക. അതുപോലെ തന്നെ ചോറ്റാനിക്കരയിൽ നടക്കുന്ന 2 മണിക്ക് നടക്കുന്ന മകം പോലെ തന്നെ ഉച്ചയ്ക്ക് പൂരപ്പുറപ്പാടുണ്ട്. അപ്പോൾ ആ കീഴ്ക്കാവിലമ്മയുടെ ആ പൂരം മഹോത്സവത്തിലേക്കും എല്ലാവരും അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. അമ്മയുടെ എല്ലാ അനുഗ്രഹാശംസകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ദിവസഫലത്തിലേക്ക് കടക്കാം. കൊല്ലവർഷം 1200 കുംഭം 29-ാം തീയതി ശുക്ലപക്ഷ ചതുർദശിയും വ്യാഴാഴ്ചയും വരുന്ന ദിവസം ഉദയം 6:36-നും സൂര്യാസ്തമയം 6:32-നും രാഹുകാലമാകട്ടെ 2:03 മുതൽ 3:33 വരെയും ഗുളികകാലം 9:35 AM മുതൽ 11:05 AM വരെയും യമകണ്ഠകാലമാകട്ടെ 6:36 AM മുതൽ 8:06 AM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:10 PM മുതൽ 12:32 PM വരെ, 12:36 PM മുതൽ 12:58 PM വരെയും അഭിജിത്ത് മുഹൂർത്തം തുടരുന്നു. വ്യാഴാഴ്ചയായതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. അഭിജിത്ത് മുഹൂർത്തത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകരക്കൂറുകാർക്ക് ചന്ദ്രാഷ്ടമാണ്. ചന്ദ്രോദയമാണെങ്കിൽ വൈകിട്ട് 6:01 PM-നാണ്. ഇനി ഈ ദിവസത്തെ രാശിചക്രം, ഗ്രഹങ്ങളുടെ സ്ഥിതി ഒന്ന് നമുക്ക് നോക്കാം. സൂര്യൻ കുംഭത്തിലും ചന്ദ്രൻ ചിങ്ങത്തിലും ചൊവ്വ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു അല്ലെങ്കിൽ ശിഖി കന്നിയിലും ഗുളികോദയമാവട്ടെ ഇടവൻ രാശിയിലും ഉദയം മീനൻ രാശിയിലും ആകുന്നു. ഇനി നമുക്ക് ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടം രാശി, മിത്രങ്ങളെല്ലാം ശത്രുവാകുന്ന ദിവസമാണ്. അതായത് പൂരമായതുകൊണ്ട് ചെറിയ വാക്തർക്കങ്ങൾ വന്നാൽ പോലും അത് ശത്രുതയിൽ കലാശിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശത്രുക്കളെ മിത്രമാക്കാനും സാധിക്കും. വളരെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയും നമ്മുടെ സംസാരം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് മാറുന്നതാണ്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വസ്തു സംബന്ധമായും ഗൃഹസംബന്ധമായും വാഹന സംബന്ധമായും ഒക്കെ ചെറിയ രീതിയിൽ നേട്ടങ്ങൾ വരുന്ന സമയമാണ്. നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് സാധിക്കും. ഒപ്പം ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും വന്ദിക്കുന്നതിന് മറക്കരുത്. ഒന്നിനും മുൻകൈ എടുക്കരുത്. എല്ലാം ആരെങ്കിലെങ്കിലും നിർദ്ദേശപ്രകാരം പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനേ പാടുള്ളൂ. ധനനഷ്ടവും കുടുംബക്കാരിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ അപവാദവും കേൾക്കുവാനിടയാവും. അതുകൊണ്ട് അല്പം നിയന്ത്രണം ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യ പഠിക്കുന്നതിന് ഒരു അനുകൂല സമയം വന്നു ചേരും. ബാങ്കിങ്ങിൽ അല്പം ധനലാഭം വന്നു ചേരുന്നതാണ്. അപ്പം പൊതുവെ മനസ്സറിഞ്ഞ് വ്യാഴാഴ്ച ആയതുകൊണ്ട് മുരുകനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ രാശിനാഥനായ മുരുകനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത്
പൂരം നാളിൽ ഭഗവതിയെ ചെന്താമരയോ ചുവന്ന പുഷ്പങ്ങളോ സമർപ്പിച്ച് ഗുരുതിക്കൂട്ടൊക്കെ സമർപ്പിച്ച് പൊങ്കാല സമർപ്പിക്കാൻ പറ്റുന്നവരൊക്കെ പൊങ്കാല സമർപ്പിച്ച് ആറ്റുകാലമ്മയെയും ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധത്തിലുള്ള ഗുണഫലങ്ങളും നൽകുന്നതാണ്. ഇടവം രാശി ജനസമ്മതി വന്നു ചേരുന്ന സമയമാണ്. ധനവും അംഗീകാരവും മത്സര കാര്യങ്ങളിൽ വിജയവും വന്നു ചേരും. ചെറിയ തോതിൽ ധനം വന്നു ചേരും. എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താൽ അംഗീകാരവും ലഭിക്കുന്നതാണ്. പുതിയ വീട് നിർമ്മാണത്തിനുള്ള ആലോചനകൾ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ മികച്ച വിജയമുണ്ടാവും. കീർത്തി ആലോചിക്കുന്ന വിവാഹം നടത്തുവാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ്. കലാകാരന്മാർക്ക് അനുകൂലമായ സർക്കാർ അംഗീകാരമോ പ്രോത്സാഹനമോ കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഗ്രഹം മോടി പിടിപ്പിക്കാനും അതുപോലെ തന്നെ ചെടികൾ വച്ചു പിടിപ്പിക്കുന്നതിനും സാധിക്കും. ജനപ്രീതി അതുപോലെ തന്നെ എന്തെങ്കിലും ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും കിട്ടുന്ന ദിവസമാണ്. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗുരുക്കന്മാരെയും ആദരിക്കുന്നതോടൊപ്പം തന്നെ ഭദ്രകാളി അമ്മയെയും ആറ്റുകാലമ്മയെയും ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം ഏറ്റവും ശോഭനമായി തീരുന്നതാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ വിഘ്നങ്ങൾ പൊതുവെ കുറഞ്ഞുന്ന സമയമാണ്. ഉദ്യോഗത്തിൽ പുരോഗതി ഉണ്ടാകും. ഉദ്യോഗ സംബന്ധമായ കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യും. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. കുടുംബപരമായി അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ശത്രുക്കൾ പരാജയപ്പെടും. ചെറുപ്പക്കാർക്ക് വാഹനയോഗമുണ്ടാകും. അതുപോലെ തന്നെ വിവാഹത്തിനുള്ള ഒരവസരവും വന്നു ചേരും. ഭൂമിയിൽ നിന്ന് പണം ഭൂമിയിൽ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യുന്നതിനോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരും. മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് അഭിമാനം ഉണ്ടാകും. പൊതുവെ ഗുണം വരുന്ന ഒരു ദിവസമാണ് ഈ 2025 മാർച്ച് 13. ആറ്റുകാലമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേതൃസ്ഥാനം ഏറ്റെടുക്കുവാനാവും. സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കുള്ള അത് ചെറിയ എംപ്ലോയ്മെന്റിൽ നിന്നെങ്കിലും നിയമന ഉത്തരവ് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം. ഗ്രഹനിർമ്മാണ പുരോഗതിയും വന്നു ചേരും. കലാരംഗത്ത് അല്പ പ്രോത്സാഹനം കിട്ടുന്ന ദിവസമാണ്. ഗ്രഹത്തിൽ ആഡംബര വസ്തുക്കൾ വന്നു ചേരുവാൻ യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പുരോഗതി കാണുന്നു. പൊതുവെ പറഞ്ഞാൽ മൂകാംബികാദേവിയെയും ചോറ്റാനിക്കര അമ്മയെയും ആറ്റുകാലമ്മയും ഒക്കെ പ്രാർത്ഥിക്കുന്നതോടുകൂടി മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ചൈതന്യമുള്ളതായി തീരും. ചിങ്ങം രാശി ചിട്ടികളിലൊക്കെ ചേർന്നിരിക്കുന്നവർക്ക് ചിട്ടി കിട്ടാനുള്ള ഒരവസരം വന്നു ചേരും. സർക്കാർ സംബന്ധിയായി ഭൂമിയിൽ നിന്നും എന്തെങ്കിലും ഒരു ആദായം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. പെൻഷൻ കിട്ടാതിരുന്നവർക്ക് പെൻഷൻ കിട്ടുവാനുള്ള സാഹചര്യവും വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും. പൂർവിക സ്വത്ത് അനുഭവയോഗത്തിൽ വരും. ഗൃഹനിർമ്മാണം ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടത് വീണ്ടും പുനരെടുക്കുന്നതിനുള്ള യോഗം കാണുന്നു. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അമ്മയെ പ്രാർത്ഥിക്കുന്നത് പോലും ചോറ്റാനിക്കര അമ്മയ്ക്ക് ഗുരുതിക്കൂട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ പൂരം ഉത്സവത്തിൽ പങ്കുകൊള്ളുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. കന്നിക്കൂറ് പൂർണ്ണമായും ദൈവാധീനം വരുന്ന ദിവസമാണ്.
ധനസമൃദ്ധിയും ഗുരുക്കന്മാരിൽ നിന്നും സന്തോഷമുള്ള അനുഭവവും ലഭിക്കും. കലാകാരന്മാർക്ക് എന്തെങ്കിലും പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കുവാൻ സാധിക്കും. ഭരണരംഗത്തുള്ളവർക്കും അല്പം വിജയം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുമായി ഒന്നിച്ച് ജീവിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരും. ആയുധങ്ങളുമായി പണി ചെയ്യുന്നവർക്കും അധ്യാപകർക്കും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും തെളിഞ്ഞു വരുന്നതാണ്. പൊതുവെ ഈ ദിവസം അമ്മയുടെ അനുഗ്രഹത്താൽ ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആറ്റുകാലമ്മയെ കൂടി പ്രാർത്ഥിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 108 പ്രാവശ്യം ചൊല്ലുന്നതോടുകൂടി എല്ലാ ഗുരുത്വവും ദൈവാധീനവും വന്നു ചേരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുകിട വൻകിട കച്ചവടക്കാർക്ക് ഏത് രംഗത്ത് ഏത് രീതിയിലുള്ള കച്ചവടം നടത്തുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. തൊഴിൽ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ നിയമന ഉത്തരവ് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. വാഹന സുഖം, മനസുഖം, യാത്ര, സന്തോഷം ഇവയൊക്കെ ചെറിയ തോതിൽ ലഭിക്കുന്നതാണ്. പ്രായമായവർക്ക് അവരെ മാറി താമസിക്കുന്നുള്ളൊരു സാഹചര്യം വന്നു ചേരും. യന്ത്രങ്ങൾ, വൈദ്യുതി, അഗ്നി ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അല്പം അനുകൂലമായ സമയമാണ്. സർപ്പദോഷങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഴ്ചകൾ വരാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഷ്ടമ വ്യാഴ സമയമായതുകൊണ്ട് മഹാവിഷ്ണുവിനെ നിത്യം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മൂകാംബിക ദേവിയെയും ആറ്റുകാലമ്മയെയും ചോറ്റാനിക്കര ഭഗവതിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ചിന്തകൾക്ക് രൂപം കൊടുക്കുകയും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പ്രൈവറ്റ് ട്യൂഷൻ, കോളേജ് ഇവ നടത്തുന്നവർക്ക് അനുകൂല സമയമാണ്. അഭിനയം, നൃത്തം, കലാപ്രവർത്തനങ്ങളിൽ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്കും പൂരങ്ങളുടെ സമയമായതുകൊണ്ട്, ഉത്സവ സീസൺ ആയതുകൊണ്ട് അല്പം പ്രോഗ്രാമൊക്കെ കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ രംഗത്ത് വെച്ച് തന്നെ അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നു. കുടുംബദേവതയുടെ ശക്തിയും അനുഗ്രഹവും അനുസരിച്ചിട്ട് വാഹനയോഗവും ഭൂമി, കൃഷിസ്ഥലങ്ങൾ ഇവയിൽ നിന്നൊക്കെ അല്പം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ചെറിയ രീതിയിലുള്ള വരുമാനം ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു. സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ഉണ്ടാകുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. രാശിനാഥയായ ഭദ്രകാളിയെ പൂരം നാളിൽ ചോറ്റാനിക്കര ഭഗവതിയെയും അതുപോലെ ആറ്റുകാലമ്മയെയും പ്രാർത്ഥിക്കുകയും വഴികാട്ടിയായ വിഷ്ണു ഭഗവാനെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുകയും 108 പ്രാവശ്യം അതായത് വിഷ്ണു അഷ്ടോത്തരം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ അധികമാകുന്നതാണ്. ധനുരാശി, ഗ്രഹനിർമ്മാണ തടസ്സങ്ങൾ മാറിക്കിട്ടും. വിദ്യാഭ്യാസ സാമഗ്രികളുടെ നിർമ്മാണം, അതുപോലെ വിദ്യാഭ്യാസത്തിനാവശ്യമായ സാമഗ്രികൾ സംഭാവനയായോ അല്ലെങ്കിൽ ആരെങ്കിലും ദാനമായോ നൽകുന്നതാണ്. ഏതെങ്കിലും യൂണിറ്റുകളിൽ നിന്നും വിദ്യാഭ്യാസത്തിന് ഉപരിവിദ്യാഭ്യാസത്തിനായ ആവശ്യമായ സഹായ സഹകരണങ്ങളോ സ്പോൺസർഷിപ്പോ ലഭിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വിദ്യാവിജയവും നിശ്ചയിച്ച രീതിയിൽ സ്കൂളുകളിലേക്കൊക്കെ അഡ്മിഷനൊക്കെ എടുക്കുന്നതിന് പറ്റിയ സാഹചര്യം വന്നു ചേരും. കുഞ്ഞുങ്ങളുമൊത്ത് വിദേശവാസത്തിന് യോഗം കാണുന്നു. ഭൂമി സംബന്ധമായ ലാഭവും പ്രതീക്ഷിക്കാം. ധാന്യങ്ങൾ, സസ്യങ്ങൾ എന്നിവയിൽ നിന്നും അത് വിപണനം ചെയ്ത് അല്പം ധനം സമ്പാദിക്കുന്നതിനുള്ള യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്ന ജോലിയിൽ ആത്മസംതൃപ്തിയും ലഭിക്കുന്നതാണ്. പൊതുവേ പറഞ്ഞാൽ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ മൂകാംബിക ദേവിയെയും ചോറ്റാനിക്കര അമ്മയെയും ആറ്റുകാലമ്മയെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹവും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും ലഭിച്ച് വ്യാഴം പിഴച്ചു നിൽക്കുകയാണെങ്കിലും കാര്യങ്ങളെല്ലാം ഭംഗിയായി കൊണ്ടുപോകുവാൻ സാധിക്കും. മകരം രാശി, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള യോഗം കാണുന്നു. കാലുകൾക്ക് വേദന വരാനുള്ള, മുട്ടുവേദന, കൈകാൽ കഴപ്പൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും എല്ലാത്തിനെയും
അവഗണിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ഒരു ആത്മധൈര്യം വന്നു ചേരും. രാശിനാഥനായ ശനീശ്വരനെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുക. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ കീഴ്ക്കാവിലെ പൂരമഹോത്സവത്തിൽ പങ്കുകൊള്ളുക. മേൽക്കാവിലമ്മയും ദർശനം നടത്തുക. അതുപോലെ ആറ്റുകാലമ്മയ്ക്ക് വീട്ടിലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും പൊങ്കാല സമർപ്പിക്കുക. ശനീശ്വരന് നെയ്വിളക്ക് കത്തിച്ച് ശാസ്താപ്രീതി വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ പുതിയ തൊഴില് കിട്ടാനുള്ള സാധ്യത വരുന്നു. പൂർവിക സ്വത്ത് അനുഭവത്തിൽ വരുന്നു. സാമ്പത്തിക ബാധ്യതകൾ മാറാനുള്ള പുതിയ വഴികൾ കണ്ടെത്താനായി സാധിക്കും. കഴിയുന്നതും ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഈ 13/3/2025 ഏറ്റവും നല്ല ദിവസമായി തീരുന്നതാണ്. കുംഭം രാശി. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാരത്തിലും ധന ഇടപാടുകളിലൊക്കെ അല്പം, ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ അല്പം ലാഭം പ്രതീക്ഷിക്കാം. ചിലവ് വർദ്ധിക്കും. പുതിയ പദവിയൊക്കെ ലഭിക്കുമെങ്കിലും ഇപ്പൊ കമ്മിറ്റിയിലൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് അല്പം തൊഴിൽ ലാഭം കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ജോലിയെങ്കിലും ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി വരുന്നു. കലാകാരന്മാർക്ക് അംഗീകാരം കിട്ടുന്ന പൊതുവെ ഏറ്റവും നല്ല ഒരു ദിവസമായി തീരുന്നതാണ്. അതുപോലെ ആറ്റുകാലമ്മയെയും ചോറ്റാനിക്കര ഭഗവതിയെയും വിഷ്ണു ഭഗവാനെയും രാശിനാഥനായ ധർമ്മശാസ്താവിനെയും ചാത്തൻ സ്വാമിയെയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. മീനം രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ദൈവാധീനം വരുന്ന ദിവസമാണ്. തൊഴിൽ വഴി, അതായത് തൊഴിലിന് വേണ്ടിയിട്ട് കുറെ യാത്രകൾ ചെയ്യേണ്ടി വരുമെങ്കിലും യാത്രകളിൽ നിന്നൊക്കെ അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരും. ബന്ധുക്കളിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറി സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കും. സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. എഴുത്തുകുത്തുകളിൽ നിന്നും അല്പം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെയോ മറ്റു വേണ്ടപ്പെട്ടവരുടെയോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് സാധിക്കും. പൊതുവെ സന്താനകാരകനായ വ്യാഴത്തിൻ്റെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അല്പം കഷ്ടതകൾ ഒഴിച്ചാൽ, വ്യാഴാഴ്ചയായതുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും അമ്മയെ, ചോറ്റാനിക്കര അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ആറ്റുകാലമ്മയ്ക്ക് മാനസികമായിട്ടെങ്കിലും പൊങ്കാല സമർപ്പിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹവും ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയുടെ അനുഗ്രഹവും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ ഹൃദയം നിറഞ്ഞ, മനസ്സ് നിറഞ്ഞ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മ ഏത് പ്രതിസന്ധിയിലും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന അമ്മയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.